ഫോം ഔട്ടാണെങ്കിൽ രോഹിത് ശർമ്മയോട് ഒരു കരുണയും കാണിക്കില്ല, എടുത്ത് പുറത്തിടും. ഹാർദിക് പാണ്ഡ്യ ടീം മാനേജ്മെൻറ്റിനോട് പറഞ്ഞത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഹാർദിക് മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മുംബൈ തങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെ ഈ വാർത്തകളോട് പ്രതികരിച്ചത്. IPLന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മുംബൈ ഇന്ത്യൻസ് ചർച്ചകളിൽ നിറഞ്ഞു തുടങ്ങുകയാണ്. ആകാശത്തോളം ആശകൾ തന്നൊരു സീസൺ പ്ലേ ഓഫിൽ അവസാനിച്ച ശേഷം മുംബൈ ആരാധകർ നിരാശയോടെയൊന്നുമല്ല പോയ വർഷം ഗ്യാലറികളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ ടീം സെറ്റാണ്, അടുത്ത സീസൺ നമ്മളുടേതാണ് എന്നാണ് അവരുടെ മനസ്സ് പറഞ്ഞത്. തുടരെ തോറ്റു തുടങ്ങിയ ഒരു സീസൺ, പിന്നെ ഒരു റെമോൺടാഡ. കംബാക്കുകൾ മുംബൈ ഇന്ത്യൻസിൻ്റെ DNA-യിൽ അലിഞ്ഞു ചേർന്നതാണല്ലോ. തോറ്റു തുടങ്ങിയ സീസണിൽ സകലരും എഴുതിത്തള്ളിയ നേരത്ത് കലാശപ്പോരും കളിച്ച് കിരീടവും കൊണ്ട് മടങ്ങിയ കഥയൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും മുംബൈ ആരാധകരുടെ ഉള്ളിൽ അഡ്രിനാലിൻ തിളച്ചു മറിയും. ഇക്കുറി മിനി ഓപ്ഷന് തയ്യാറെടുക്കുമ്പോൾ മുംബൈയുടെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നത് 2.75 കോടി രൂപയാണ്. 20 പേരെ നിലനിർത്തി. ഗുജറാത്തിന് ശേഷം ഏറ്റവും കൂടുതൽ താരങ്ങൾ റിട്ടൈൻ ചെയ്ത ടീമുകളിൽ ഒന്ന് മുംബൈയാണ്. കയ്യിൽ അവശേഷിക്കുന്ന ആ 2.5 കോടിയും വെറുതെ കളഞ്ഞില്ല. അതുവരെ ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന കിൻഡൻ ഡീകോക്കിനെ ലേലത്തിന് തൊട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ഡീകോക്ക് ബേസ് പ്രൈസ് കുറച്ച് രജിസ്റ്റർ ചെയ്തു. പ്ലാനുകൾ കൃത്യമായിരുന്നു. ഡീകോക്കിനെ 1 കോടിക്ക് മുംബൈ തന്നെ റാഞ്ചി. ബാക്കി തുകക്ക് ചില യങ് ടാലന്റുകളും ടീമിനൊപ്പം ചേർന്നു. T20 ലോകകപ്പുകൾ നേടിയ 2 ക്യാപ്റ്റന്മാർ, ആ 2 തവണയും ടീമിലുണ്ടായിരുന്ന ഹാർദിക് പാണ്ഡ്യ, പിന്നെ കിവീസ് നായകൻ മിച്ചൽ സാന്റ്നർ, ജസ്പ്രീത് ബുംറ അടക്കം ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾ ഇനിയുമുണ്ട് ഈ സംഘത്തിൽ. അനുഭവ സമ്പത്തും യങ് ടാലന്റുകളും ഒരുപോലെ സംഗമിക്കുന്ന ഒരിടമാണ് മുംബൈ. അതിനാലാകണം പോയ സീസണിലെ ടീമിലെ സുപ്രധാന പേരുകളെയൊക്കെ നിലനിർത്താൻ ടീം ഇക്കുറിയും തീരുമാനമെടുത്തത്. ദക്ഷിണാഫ്രിക്കയുടെ 2 ടോപ്പ് ഓർഡർ ബാറ്റർമാർ മുംബൈ നിരയിലാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുന്ന കിൻഡൻ ഡീകോക്കിൻ്റെ ബാറ്റിൽ നിന്ന് സമീപകാലത്ത് പല മികച്ച ഇന്നിങ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്കെതിരെ അടക്കം മുംബൈ നിരയിലേക്കും ഡീകോക്കിന് ഒരർത്ഥത്തിൽ ഹോം കമ്മിങ് ആണ്. ഒരു കാലത്ത് രോഹിത്തും ഡീകോക്കും ചേർന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന മുംബൈ ഇന്നിങ്സുകൾ ആരാധകർക്ക് ഇന്നും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ്. ഓപ്പണിംഗ് സ്ലോട്ടിൽ രോഹിത്തിനൊപ്പം ഡീകോക്കാണോ റിക്കിൾട്ടൺ ആണോ ക്രീസിലെത്തുക എന്ന കാര്യം കണ്ടറിയണം. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമൊക്കെ അണിനിരക്കുന്ന മിഡിൽ ഓർഡർ. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയുമൊക്കെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിലെ നിർണായക സാന്നിധ്യങ്ങളായിരുന്നു. അതേസമയം കിവീസിനെതിരായ പരമ്പരയിൽ വലിയൊരു കംബാക്ക് നടത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ലോകകപ്പിൽ പല മത്സരങ്ങളിലും നിരാശപ്പെടുത്തി. ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ പടയോട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച വിൽ ജാക്സ് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ മൈതാനത്ത് ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളയാളാണ്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് റേസിൽ മുന്നിലുണ്ടായിരുന്നു ജാക്സ്. 4 മാൻ ഓഫ് ദ മാച്ചുകളാണ് ടൂർണമെൻറ്റിൽ താരം സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് സംഘത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങിയ ജാക്സ് ഫിനിഷർ റോളിൽ മിന്നും ഫോമിലായിരുന്നു. 176 സ്ട്രൈക്ക് റേറ്റിൽ 222 റൺസാണ് താരം ആകെ അടിച്ചെടുത്തത്. മിച്ചൽ സാന്റ്നറും അവശ്യഘട്ടത്തിൽ ബാറ്റ് കൊണ്ട് ടീമിന് ഉപകരിക്കുന്നയാളാണ്. ഫിനിഷർ റോളിൽ വെടിക്കെട്ടുകൾക്ക് തിരികൊളുത്തുന്ന ഷെർഫാന റുദർഫോർഡും കോർബിൻ ബോഷുമൊക്കെയുള്ള മുംബൈ സ്ക്വാഡിൻ്റെ ബാറ്റിംഗ് ഡെപ്തിനെ എതിരാളികൾ ഭയന്നേ തരൂ. ഇതൊന്നും കൂടാതെ നവൻധീറും ഈ സംഘത്തിലാണെന്ന കാര്യം മറക്കരുത്. കഴിഞ്ഞ 2 T20 ലോകകപ്പ് വിജയങ്ങളിലും ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാമാകിടുന്ന ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബോളിംഗ് അറ്റാക്കിൽ ആരാധകർ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ ക്രൂഷ്യൽ മാച്ചുകളിൽ പലതിലും പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ബുംറ നൽകിയ ഇമ്പാക്റ്റുകൾ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായിരുന്നു. വിക്കറ്റുകൾ പോലെയോ അതിനേക്കാളേറെയോ ബുംറയുടെ എക്കോണമി ഇന്ത്യക്ക് പലപ്പോഴും തുണയായി. ലോകകപ്പ് അവസാനിക്കുമ്പോൾ ബുംറ തന്നെയായിരുന്നു ടോപ്പ് വിക്കറ്റ് ടേക്കറും. കഴിഞ്ഞ സീസണിൽ നോക്കൌട്ട് മാച്ചുകളിൽ ട്രെന്റ് ബോൾട്ടിൻ്റെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തി കളഞ്ഞിരുന്നു. ലീഗ് ഫേസിൽ നന്നായി പന്തെറിഞ്ഞുകൊണ്ടിരുന്ന ബോൾട്ട് പ്ലേ ഓഫിൽ 9 ഓവറുകളിൽ വഴങ്ങിയത് 94 റൺസാണ്. ടീമിൻ്റെ റിസൾട്ടുകളിൽ ഇത് നേളിച്ചു കണ്ടു. എന്നാൽ ബോൾട്ട് നൽകുന്ന ഏർലി ബ്രേക്ക് ത്രൂകളിൽ ഇപ്പോഴും ടീം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ദീപക് ചഹാർ, ഷർദുൽ താക്കൂർ, മിച്ചൽ സാന്റ്നർ, മായങ്ക് മാർക്കണ്ഡെ തുടങ്ങി പല ആയുധങ്ങളും മുംബൈയുടെ ആവനാടിയിലുണ്ട്. 8 മികച്ച ഓവർസീസ് കളിക്കാർ അണിനിരക്കുന്ന മുംബൈ സ്ക്വാഡിൽ 11 തിരഞ്ഞെടുക്കൽ ഏറെ പ്രയാസമേറിയ പണിയായിരിക്കും. കഴിഞ്ഞ T20 ലോകകപ്പിൽ ടീമിലെ മിക്ക വിദേശ താരങ്ങളും മികച്ച ഫോമിലായിരുന്നു. ഓപ്പണിംഗ് സ്ലോട്ടിൽ രോഹിത്തിനൊപ്പം ഡീകോക്കോ റിക്കിൾട്ടണോ എന്നതിൽ നിന്ന് ആരംഭിക്കുന്നു ചോദ്യങ്ങൾ. ആരായിരിക്കും 11-ലെ ആ 4 പേരുകൾ? ചില ഡിഫിക്കൽട്ട് ഡിസിഷനുകൾക്ക് ടീം മുതിരേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. IPLൽ കിരീടങ്ങളുടെ കഥകൾ ഏറെ പറയാനുള്ള മുംബൈ 2020-ലാണ് അവസാനമായി ഒരു ട്രോഫി ഷെൽഫിലെത്തിച്ചത്. അത് കഴിഞ്ഞ് 5 വർഷം നീണ്ട കിരീട വരൾച്ച. ഇക്കുറി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ വരൾച്ചയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനാകുമോ? കാത്തിരുന്നു കാണാം.